ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട തലസ്ഥാനത്ത് ഇന്ന് സുപ്രധാനമായ യോഗം നടക്കും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP-മാരുടെ യോഗമാണ് ആഭ്യന്തര വകുപ്പ് വിളിച്ചത്. രാസലഹരിയുടെ വേരറുക്കുക എന്നതാണ് ലക്ഷ്യം. വി വിനോദ് വിവരങ്ങളുമായി ചേരും. വിനോദ്, കഴിഞ്ഞ ദിവസമാണ് ആഭ്യന്തരമന്ത്രി കർണാടകയിലെത്തി കർണാടക മുഖ്യമന്ത്രിയെ കണ്ട് ഈ തന്റെ യജ്ഞത്തിൽ പങ്കാളിയാകണമെന്ന് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ ദക്ഷിണേന്ത്യ മുഴുവൻ ഇത് വ്യാപിപ്പിക്കുന്നതിലൂടെ ഒരു വലിയ ലക്ഷ്യമാണ് ആഭ്യന്തര വകുപ്പിന്റെ മുന്നിലുള്ളത്. രഞ്ജിത്ത്, വളരെ സുപ്രധാനമായ യോഗമാണ് ഇന്ന് പോലീസ് ആസ്ഥാനത്ത് ചേരുന്നത്. കേരളമാണ് ആതിഥ്യമരുളുന്നത്. ആഭ്യന്തര വകുപ്പിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി പ്രഖ്യാപനമായിരുന്നു ഓപ്പറേഷൻ തൂഫാൻ. അതിൻ്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി പരിശോധനകൾ നടത്തുകയും കോടിക്കണക്കിന് രൂപയുടെ രാസലഹരി പിടിച്ചെടുക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണ് ഈ അന്യസംസ്ഥാനത്ത് നിന്ന് എത്തുന്നവർ ഇവിടെ വിൽപ്പന നടത്തുന്ന പെരുമ്പാവൂരിൽ അടക്കമുള്ള കേന്ദ്രങ്ങളിൽ വിൽപ്പന നടത്തുന്ന ലഹരി വസ്തുക്കൾ പിടികൂടുകയും അവിടെ ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള നടപടികൾ നടത്തുകയും ചെയ്തത്. പക്ഷേ ഇതൊക്കെ തന്നെ ശാശ്വതമായ പരിഹാരമാകില്ല എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടൊരു ശൃംഖല സൃഷ്ടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പുതുച്ചേരി സംസ്ഥാനങ്ങളിലെ DGP-മാർ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും. പ്രത്യേകിച്ച് കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ തോതിൽ രാസലഹരി കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് രമേശ് ചെന്നിത്തല DK ശിവകുമാറിനെ സന്ദർശിച്ചത്. അവിടെ DK ശിവകുമാർ കൃത്യമായ ഉറപ്പ് നൽകിയിരുന്നു. ഇതിൻ്റെ വേരറക്കുന്നതിന് വേണ്ടി കൈകോർക്കാൻ സംസ്ഥാനം പ്രതിജ്ഞാബദ്ധമാണ് എന്ന ഉറപ്പാണ് അദ്ദേഹം നൽകിയത്. പലപ്പോഴും ഈ സ്വകാര്യ ബസ്സുകൾ വഴിയും കൊറിയർ കമ്പനികൾ വഴിയുമൊക്കെയാണ് രാസലഹരിയുടെ കടത്ത് നടക്കുന്നത്. അതോടൊപ്പം തന്നെ അതിർത്തിയിൽ വലിയ തോതിൽ പരിശോധന കർശനമാക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളുണ്ടാകും. വളരെ വേഗം ഈ വിവരങ്ങൾ കൈമാറുന്നതിനുള്ള ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചാൽ ഉടൻ തന്നെ സംസ്ഥാന തലത്തിൽ വിവരങ്ങൾ കൈമാറുന്നതിനുള്ള സംവിധാനം കൊണ്ടുവരും. ഇപ്പോൾ തന്നെ ഏതാണ്ട് 70ഓളം മലയാളികൾ കർണാടകയിൽ ജയിലിലുണ്ട് എന്ന വിവരം കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയെ കർണാടക സർക്കാർ അറിയിച്ചിരുന്നു. അതായത് ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ നിന്നുള്ള ചെറുപ്പക്കാർ ബാംഗ്ലൂരിലേക്ക് എത്തുകയും അവിടെ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലത്തു നിന്നുള്ള ആളുകൾ എത്തുകയും അവിടെ ക്യാമ്പ് ചെയ്യുകയും അവിടെ അവർ തയ്യാറാക്കുന്ന രാസലഹരി കേരളത്തിലേക്ക് വലിയ തോതിൽ എത്തുകയും ചെയ്യുന്നു. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതിനെ തടയുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നത്തെ യോഗം ചേരുന്നത്. രഞ്ജിത്ത്, ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.